morning. Good morning. Welcome to FTT Family Travel Trails. So 23rd day. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം ഇറങ്ങുന്നു ടു മധുര. മധുരയ്ക്ക് പോകാമെടാ. അത് ഈ മധുരയല്ല, നമ്മൾ പോകുന്നത് യു പിയിലെ മധുര. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ജന്മഭൂമിയുണ്ട്. അവിടെ വൃന്ദാവനുണ്ട്. പോയിട്ട് നോക്കാം എത്ര കാണാൻ പറ്റുന്നു. എന്നിട്ട് ആഗ്രഹിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഓസ്നും തങ്ങും കൂടി വണ്ടി ഒന്ന് കഴിയും വൃത്തിയാക്കാണ്. നേരത്തെ ആലിപ്പഴം വീഴലും അത് ആലിപ്പഴത്തോടുകൂടി അന്തരീക്ഷത്തിൽ പൊടി മുഴുവൻ വണ്ടിയുമേയായി. പിന്നെ നമ്മൾ ഇന്നലെ എക്സ്പ്രസ് വേ കൂടെ നല്ല പെടയായിരുന്നല്ലോ, അപ്പോൾ പൊടിക്ക് ക്ഷാമൊന്നുമില്ല. ചൂട് 44 ഡിഗ്രിയിലൊക്കെയാണ് നിൽക്കണേ. ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് കാറ് കഴുകുന്നത് അത്ര പ്രാക്ടിക്കലൊന്നുമല്ല. എന്തായാലും വിൻഡോസ് ആണ് മെയിനായിട്ട് ഒന്ന് കഴുകുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ക്ലാരിറ്റി പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്രൈവ് ആഗ്രയ്ക്ക് ഒരു 220 കിലോമീറ്റേഴ്സ് 4 hours ആണ് കാണിക്കണേ. അപ്പോൾ നമ്മളിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഇപ്പോൾ ഒരു ഫരീദാബാദായി ഹാഫ് ആൻ അവറിൽ. ഫരീദാബാദ് വലിയ സ്ഥലമാണ്. ഹരിയാനയിൽ തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഫരീദാബാദ്. ഈ ഗുർഗാവിനേക്കാളൊക്കെ മുമ്പ് ഡൽഹിയുടെ ഔട്ടറിൽ കേട്ടിരുന്ന സ്ഥലം ഫരീദാബാദായിരുന്നു. എന്തായാലും നല്ല റോഡുകളും ഒക്കെ ഉണ്ട്. നമ്മളിത്തിരി സൂക്ഷിച്ചൊക്കെയാണ് പോണത്. ഇതൊക്കെ വെച്ച് അടച്ചിട്ടാണ് പോണത്. കാരണം ഇവിടെ ടിൻഡ് കണ്ടാലപ്പോൾ ഡൽഹി പോലീസിന് മാന്തി പൊളിക്കാൻ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് കുറച്ച് ലീഗലായിട്ടുള്ളത്. ഇത് വേറെ എവിടെയും അല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആൻറ്റിയും പറഞ്ഞു, അവിടെ കസിനും പറഞ്ഞു, ഇത് എല്ലായിടത്തും കേരള വണ്ടി കണ്ട അമ്മേ പോലീസ് നിൽക്കണു. ഇപ്പോൾ കള്ളന്മാരുടെ പോലെയാ. പോലീസിനാണ് അയ്യോ പേടിച്ച് നമ്പർ പ്ലേറ്റ് കാണണ്ട, ടിൻഡ് കാണണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പാഞ്ഞ് ഓടി പോവാണ്. എല്ലാ സ്റ്റേറ്റിലും 3000 വീതം ഇങ്ങനെ കൊടുത്തിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 2 hours നമ്മൾ മധുര യു പി ജില്ലയിലേക്ക് സ്റ്റേറ്റിലേക്ക് കടക്കും, ഉത്തർപ്രദേശിലേക്ക് കടക്കും. നമ്മൾ പ്രേം മന്ദിർ അവിടേക്കാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് 12 മണിക്ക് അടയ്ക്കുന്ന കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ചെല്ലണതിൻ്റെ തരം പോലെ നമുക്ക് കാണാം. ഫരീദാബാദ് സിറ്റി. ശരിക്കും നമ്മൾ നേരെ ആഗ്രയ്ക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആഗ്രയ്ക്ക് 2 വഴിയുണ്ട്. ഒന്ന് നോയിഡ, ഗ്രേറ്റർ നോയിഡ വഴിയായിട്ടുള്ള യമുന എക്സ്പ്രസ് വേ. അതൊരു 10-12 കൊല്ലം മുമ്പ് മേലെ പോയപ്പോൾ തന്നെ വാന്ന് വണ്ടർ അടിച്ചിട്ടുള്ള ഒരു 6 lane ആക്സസ് കൺട്രോൾ ഹൈവേ ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ 3.25 മണിക്കൂർ മതി, 230 കിലോമീറ്റർ. പക്ഷെ എൻ റൂട്ട് മധുരയിലൊന്ന് കയറാൻ വേണ്ടി നമ്മൾ ചെന്നൈ ഡൽഹി ഹൈവേ കൂടെയാണ് പോണത്. H1 എന്നും പറയാതിനെ. അത് 200 കിലോമീറ്റർ 4 മണിക്കൂറുണ്ട്. അങ്ങനെ നമ്മൾ യു പി കടന്നിരിക്കുന്നു. യു പി നമ്മുടെ 8ാമത്തെ സ്റ്റേറ്റ്. 4 UT. യു പി കൂടെ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ട്രാവലിൽ നമ്മൾ യു പി അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഈ യാത്രയിലെ 8ാമത്തെ സ്റ്റേറ്റ് ആണ്. ഹരിയാന കഴിഞ്ഞ് യു പി ആയി. യു പി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ പൊളിറ്റിക്സിൽ നല്ല ഒരു സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലമാണ് യു പി. ജനസംഖ്യ കൊണ്ട് മാത്രമല്ല, റിലീജിയസ് ആയിട്ട് ഭയങ്കര ഒരു ബർത്ത് പ്ലേസ് ഓഫ് രാമ, ബർത്ത് പ്ലേസ് ഓഫ് ശ്രീകൃഷ്ണ. അപ്പം ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജന്മഭൂമികൾ ഉത്തർപ്രദേശിലാണ്. അത് വലിയൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഈ റിലീജിയസ് പൊളിറ്റിക്സ്. പിന്നെ 200 മില്യൺ ജനങ്ങൾ ഈ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ തന്നെ അറിയാലോ, ഏറ്റവും പോപ്പുലസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റെപ്രസെൻറ്റേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ യു പിക്ക് നല്ല പ്രാധാന്യമുള്ള സ്ഥലമാണ്. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ, വാരണാസി ഉൾപ്പെടെ, പ്രയാഗ്രാജ്, വാരണാസിയൊക്കെ ഉൾപ്പെടെയുള്ള ഏറ്റവും പുണ്യഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ബുദ്ധിസ്റ്റിൻ്റെ സാരാനാഥ് ഉണ്ട്. അതുപോലെ തലസ്ഥാനാണെങ്കിൽ ലക്നൗ ആണ്. അത് മുസ്ലിം മുഗൾ സാമ്രാജ്യം, മുസ്ലിം ഒരു ബെൽറ്റ്, അങ്ങനെയൊക്കെ ഇപ്പം എല്ലാ മതങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു ഭൂമികയാണ് ഉത്തർപ്രദേശ്. അപ്പം നമ്മളിന്ന് മധുര കണ്ട് താജ്മഹൽ ഒന്ന് കാണണം. കണ്ടിട്ടുണ്ട്, 2 തവണയോ 3 തവണയോ കണ്ടിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി കാണണം. എന്നിട്ട് നമ്മൾ ആഗ്രയിൽ താമസിക്കും. നാളെ നമ്മൾ തലസ്ഥാനത്തേക്ക് പോവും. യു പിയുടെ തലസ്ഥാനം ലക്നൗവിലേക്ക് പോകും.
ലക്നൗ കബാബ്, മട്ടൺ കബാബിന്റെ ഒക്കെ കേന്ദ്രാണ് ലക്നൗ. നാളെ നമുക്ക് പൊളിക്കണം. ആ ലോറി അട്ടപ്പെട്ടെല്ലാം മറിഞ്ഞിറങ്ങാണ്ടില്ലേ, അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ലോറി നോക്കാം, അതിനേക്കാള് ഇരട്ടിയല്ല വണ്ടി കാണില്ല, അതേപോലെയാണ് ലോഡ് കയറ്റിയിരിക്കുന്നത്. ധാന്യങ്ങളായിരിക്കും, ഭയങ്കര ലോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞത്. പിന്നെ നല്ല റോഡാണല്ലോ, അടിച്ചു വന്നിച്ച് അങ്ങോട്ട് പോവാൻ തന്നെ വലിയ തിരക്കൊന്നുമില്ല. റോഡ് അത്യാവശ്യം ഇങ്ങനെ വിജനമായി കിടക്കാണ്. ഒരു ലോഡ് വണ്ടി അവിടെ കിടക്കണ കാണുന്നുണ്ട്. എന്താണ് അതിന്റെ അവസ്ഥ? ഇത് ഇങ്ങനെയാണ് വണ്ടി വഴി കൂടെ ഓടിക്കണേ. ഈ വണ്ടികളൊക്കെ ധാരാളം കണ്ടു ഇങ്ങനെ. ഹൈവേന്ന് തിരിഞ്ഞു മേരോ വൃന്ദാവൻ. ഒരു 5 കിലോമീറ്റർ ഉള്ളൂ, 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ. വൃന്ദാവൻ യമുനയുടെ തീരത്തെ ഒരു കുഞ്ഞ ഗ്രാമമാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണൻ ചെറുപ്പകാലം ചെലവഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു 5500-ലധികം കൃഷ്ണ ടെമ്പിൾസ് ഉണ്ട്. ഇതിൽ മിക്കവാറും ക്ഷേത്രങ്ങളിലും ഉണ്ണികൃഷ്ണൻ എന്നുള്ള രീതിയിലാണ്, സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ ബാല്യകൗമാരങ്ങളിലെ ലീലാവിലാസങ്ങളാണ് ഇവിടെയുള്ള പ്രതിമകളിലും പ്രതിഷ്ഠകളും ഒക്കെ തന്നെ. വെണ്ണകെട്ട കൃഷ്ണൻ, അതുപോലെ ഓടക്കുഴൽ ഊതി ഇങ്ങനെ ഗോപാലനായിട്ട് നടന്ന കൃഷ്ണൻ, രാധാകൃഷ്ണ പ്രണയം, ഗോവർദ്ധനഗിരി ഉയർത്തല്, കാളിയമർദ്ദനം, അങ്ങനെയൊക്കെയുള്ള ബിംബങ്ങളാണ് പൊതുവെ ഈ വൃന്ദാവനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്രീകൃഷ്ണന്റെ സ്വന്തം ഗ്രാമം എന്നുള്ള നിലയിൽ വൃന്ദാവൻ ഒരു കൊച്ചു ഗ്രാമമാണെങ്കിൽ പോലും വളരെ ഡെവലപ്ഡ് ആണ്. കാരണം പിൽഗ്രിം ടൂറിസം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ധാരാളം ഗോശാലകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളുണ്ട്. വെണ്ണ ഒരു വലിയ കച്ചവട സാമഗ്രിയാണ് ഇവിടെ. ശ്രീകൃഷ്ണന്റെ ആ ഒരു വെണ്ണകട്ട കഥയുമായി ബന്ധപ്പെട്ട് ഗോ രക്ഷാകരോ ഗോ സേവാകരോ എന്നുള്ളത് ഇവിടെ വേറെ ഒരു ബോർഡല്ല. ഗോപരിപാലനത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് മധുര. വൃന്ദാവൻ എന്നുള്ള കുഞ്ഞ ഗ്രാമത്തിൽ തന്നെ 5500-ഓളം കൃഷ്ണ ഷ്രൈൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പലതിന്റെയും ബോർഡുകൾ നമുക്ക് വഴിയിൽ തന്നെ കാണാം. പോയിന്റേഴ്സ് ഉണ്ട്, ഇസ്കോൺ ടെമ്പിൾ ഉൾപ്പെടെയുള്ളതിനൊക്കെ. അങ്ങനെ ദേ പ്രേം മന്ദിർ കാണുന്നു. നല്ലൊരു വെളുത്ത കമാനം, നല്ല സ്റ്റൈലായിട്ട് തലയുയർത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ വഴിയിൽ വണ്ടികളില്ല. നമ്മുടെ സമയം ശരിയല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങി നോക്കാം. നീ പാർക്കിംഗ് വിട്ടോ. തിരക്കും ചൂടും നമ്മൾ 2 ആഴ്ചയായിട്ട് മറന്നു കിടന്ന 2 സംഭവങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ അമ്മേ, എന്തൊരു വെയിൽ, പൊള്ളാണ്. ക്ഷേത്രം തുറക്കണ സമയം നോക്കി ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. നല്ല തിരക്ക്, ബഹളം. എന്തായാലും പ്രേം മന്ദിറിന്റെ മുമ്പിൽ പോയി നോക്കാം. അവിടെ ആരും നിൽക്കണില്ല കേട്ടോ, വെയിൽ കാരണമാവും. നല്ലൊരു മാസീവായിട്ടുള്ള കമാനം തന്നെയാണ് കേട്ടോ ഈ ഗേറ്റിന്റെ. അതും മാർബിളിൽ തന്നെ നല്ല ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കൊത്തുപണികളോട് ഉണ്ടാക്കിയിരിക്കുന്നതാന്ന് തോന്നുന്നു. 12 മണിക്ക് അടച്ച് 4:30 തുറക്കുള്ളൂ ഇനി. അയ്യടാ, ഉച്ചയിലത്തെ ബ്രേക്ക് കുറച്ച് അധികമാണല്ലോ. എന്തായാലും നമുക്ക് ഇതിലേ അങ്ങ് ഉള്ളിലേക്ക് നോക്കാം. അടിപൊളി. ഓഫ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. പ്രേം മന്ദിർ നല്ലൊരു നിർമ്മിതിയാണ് കേട്ടോ. 2 നിലകളിലായിട്ട്, അതിന് മുകളിൽ മകുടങ്ങളായിട്ട് നല്ലൊരു മാസീവായിട്ട് തോന്നുന്ന നിർമ്മിതിയാണ്. ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ശ്രീകൃഷ്ണനും രാധയുമായിട്ടിരിക്കുന്ന ഒരു പ്രതിമ, അതിന് മുന്നിൽ കൃഷ്ണൻ ഗോപികുമാരൊത്ത് നൃത്തം ചെയ്യുന്ന പ്രതിമകൾ,
അത് റൈറ്റിലും ഉണ്ട് ഗോപികുമാരും കൃഷ്ണനും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിമകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരിതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക. ലെഫ്റ്റിൽ കാളിയമർദ്ദനം, അതുപോലെ കൃഷ്ണൻ ഗോപികുമാരുടെ വസ്ത്രം അപഹരിച്ച് മരത്തിലൊക്കെ കയറിയിരുന്ന ഗോപിക വസ്ത്രാപഹരണം, അങ്ങനെയൊക്കെ പ്രതിമകളായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പൂന്തോട്ടമുണ്ട് ഫ്രണ്ടിൽ. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈ പ്രേം മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ്. ഏതാണ്ട് 30,000 ടൺ പ്യുവർ ഇറ്റാലിയൻ കരാര മാർബിൾ. ഇതിങ്ങനെ കൊത്തുപണികൾ നടത്താനായിട്ട് 1000-ഓളം കലാകാരന്മാർ 10-11 വർഷം അധ്വാനിച്ചിട്ടാണ് ഇതിങ്ങനെ ഒരു രീതിയിൽ പണിതെടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഇത്രയും ദൂരത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാർവിങ്സ് ഒക്കെ. അതിൽ പിന്നെ വാളിൽ പിക്ചേഴ്സ് പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് നൈസ്, നല്ല രസമാണ്. ഉള്ളിൽ കയറി കാണാൻ പറ്റാഞ്ഞൊരു നഷ്ടം തന്നെയാണ് ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഭംഗി. ആ കാണുന്നത് ഇവിടുത്തെ വിശാലമായിട്ടുള്ള മെഡിറ്റേഷൻ ഹാളാണ്. ഇതൊരു 54 ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പ്രേം മന്ദിറും അതിനോട് ചേർന്നുള്ള ഉപക്ഷേത്രങ്ങളും സ്റ്റാച്യൂസും മറ്റ് ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണിത്. 2001 തറക്കല്ലിട്ട് 2012 പണി കഴിഞ്ഞ് പൊതുജനത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. ഇത് സ്ഥാപിച്ചത് ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജാണ്. അദ്ദേഹം ഉദാത്ത സ്നേഹത്തിന്റെ മാതൃകയായിട്ട് ടെമ്പിൾ ഓഫ് ഡിവൈൻ ലവ് എന്നുള്ള കോൺസെപ്റ്റിൽ പണിതെടുത്ത ഒരു പുതുകാല ക്ഷേത്രമാണിത്. ഇതിന്റെ പണിക്ക് അന്നത്തെ കാലത്ത് ഒരു 150 കോടിയോളം ചെലവായി എന്നാണ് കണക്ക്. ഇതിന്റെ വാസ്തുവിദ്യാ രീതി എന്ന് പറയുന്നത് നഗാര ആർക്കിടെക്ചർ ആണ്. പുരി ജഗന്നാഥ് ക്ഷേത്രത്തിന്റെ ഒക്കെ ഒരു ടോപ്പ് പോലെയാണ് നമുക്ക് തോന്നുക. ഈ പ്രേം മന്ദിറിൽ മൊത്തം 150ഓളം കാവ്ഡ് പില്ലേഴ്സും 9 എൻഗ്രേവ്ഡ് ഡോംസും ഉണ്ട്. അതായത് ഈ മുഖ്യമന്ദിരത്തിന്റെ അതേ രീതിയിലുള്ള അതിന് ചേർന്ന തീമാറ്റിക് ആയിട്ടുള്ള ഒരു കൊത്തുപണികളും ഒക്കെയുള്ള നല്ലൊരു കമ്മാനാണുള്ളത്, ഗംഭീരൻ കമ്മാനം. അപ്പോൾ നമ്മൾ ഇവിടെ ഒഴിഞ്ഞെടുക്കായിരുന്നു. നമ്മൾ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് നീങ്ങി വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ പതുക്കെ നീങ്ങാണ്. ഇവിടുത്തെ എല്ലാ തീംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 മണിയാകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. നമ്മൾ ഈ വന്നത് ഗ്യാപ്പിലായത് കാരണം നമുക്ക് കൂളായിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ ഇങ്ങനെ വന്ന് തിരക്കിന് മുമ്പ് കണ്ട് പോകാൻ പറ്റിയിട്ടോ. പുറത്തുനിന്നുള്ള ഒരു ഭംഗിയെങ്കിലും. ഇവിടുന്ന് ഒരു 75 കിലോമീറ്റർ 1.5 മണിക്കൂർ ഡ്രൈവ് ടു താജ് ആഗ്ര. നമ്മൾ താജ് 2 തവണ കണ്ടിട്ടുണ്ട് അല്ലേ? കൺഫ്യൂഷൻ ആയല്ലോ. അങ്ങനെ വൃന്ദാവനിൽ നമ്മൾ യമുന നദി കടക്കുന്നു. പുതിയ റോഡ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ യമുന ലിങ്ക് റോഡിലേക്ക് കടന്ന് എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ പോവാണ്. ഇനി അങ്ങനെ നമുക്ക് പെടച്ച് പോവാം. നല്ല പൊടി പാറണ എക്സ്പ്രസ് വേ, ശരിക്കും പൊടി പാറുന്നുണ്ട്. ആഗ്ര ഡെവലപ്മെന്റ് അതോറിറ്റി ആഗ്ര സിറ്റി തുടങ്ങാണ്. പെട്ടെന്ന് കണ്ട ശരിക്കുള്ള കൊട്ടാരങ്ങളെന്ന് തോന്നും, പക്ഷേ വെഡിങ് ഹൗസ് ആണ്. ഫോർ റോയൽ ഗ്രാൻഡ് വെഡിങ്സ് എന്നൊക്കെ ഇങ്ങനെ ബോർഡുണ്ട്. കൊള്ളാം. വെഡ്ഡിങ് പാലസസ് ഇങ്ങനെ ധാരാളം കാണുന്നുണ്ട്. നമ്മുടെ യാത്രയുടെ തുടക്കം മുതലേ വെഡ്ഡിങ് സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും കണ്ടു ഇതോ ഗംഭീര റോയൽ വെഡ്ഡിങ്സ്. ആഗ്രയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ആണല്ലോ.
താജ് ഈസ്റ്റ് ഗേറ്റ് മെട്രോ സ്റ്റേഷൻ നല്ല കളർഫുള്ളാണ്. ഓഹോ, വൈബ്രൻറ്റ്. ഓഷ്യൻ സ്പെഷ്യലി എക്സൈറ്റഡ് ആണ്, കാരണം ഒരു 6 വയസ്സ് കഷ്ടിയുള്ളപ്പോഴാണ് താജ് കണ്ടത്. ഇപ്പോൾ 12 അല്ലേ. വന്നിറങ്ങിയപ്പോൾ തല പൊള്ളിയണ വെയിലാണ്. സമയം 2:15. നമ്മളെന്തായാലും നേരെ കയറി ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യം വിശന്നിട്ട് ഒരു പരുവായി. ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. KFC കാണുമ്പോൾ നമുക്കൊരു പ്രലോഭനമുണ്ട്. പക്ഷേ ആഗ്രയിൽ വന്ന് നമ്മൾ മുഗളായി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. കബാബ്സ് ആൻഡ് ബിരിയാണിക്കൊക്കെ വളരെ ഫേമസ് ആണല്ലോ. ഇവിടെ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട് ബിരിയാണി ചെമ്പുമൊക്കെ തട്ടണ ശബ്ദം. അപ്പോൾ ഷാഹിദ് കബാബ്സ് ആൻഡ് ബിരിയാണി. വെയിലത്തുനിന്ന് അങ്ങോട്ട് ഓടി വിളിക്കാനാണ് തോന്നണത്. ഇപ്പോൾ കബാബ് റോൾ, ഷവർമ റോൾ, ബിരിയാണി, ആഗ്ര ബിരിയാണി. ഭക്ഷണം കഴിച്ച് നമുക്ക് വേഗം താജ്മഹൽ കാണാം. സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.